ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ എങ്ങു നിന്നും ലഭിക്കുന്നത് ഹെവി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. ഹെവി എന്നല്ല, എക്സ്ട്രീം പോസിറ്റീവ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് പ്രതീക്ഷിച്ചത്, അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ളതാണ് കൂടുതലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആദ്യ പകുതിയിലെ കാര്യങ്ങൾ. മമ്മൂട്ടിയുടെ തന്നെ മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ എടുത്ത് പറയാനുള്ളത്. അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് പറയാനുള്ളത്. രാജ്ബി ഷെട്ടി, സുനിൽ, അഞ്ജന, കബീർ എല്ലാവരും ഗംഭീരമാകുന്നു. ബിന്ദു പണിക്കർ അന്യായമായ പെർഫോമൻസിലൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. സിനിമയിൽ എവിടെ ആരൊക്കെ വരുന്നു എന്നുള്ള ഡീറ്റെയിൽ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. കാരണം ഇത് സിനിമ കാണുന്നവർക്കുള്ള ഒരു ദ്രോഹമായിരിക്കും ഇതിനെ ഒരു സ്പോയിലർ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്ത് പറയുന്നില്ല. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഫാമിലി ഡ്രാമ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. വേരി ചെയ്ത് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കടന്നു പോകുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ കൊടൂരമായിട്ടുള്ള അഭിനയം തന്നെ, അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈശാഖ് എലിമെൻറ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്താണേലും ഒരു പരാജയത്തിന് ശേഷം വൈശാഖ് വരുമ്പോൾ മികച്ച രീതിയിലേക്ക് വരുന്നു. നമുക്കറിയാം, ഇൻഡസ്ട്രി ഹിറ്റ് അടക്കമുള്ള സിനിമ ചെയ്ത ആളാണ് വൈശാഖ്. ആ റേഞ്ചിലേക്കുള്ള ആ രീതിയിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പടം പോകുന്നു. വ്യത്യസ്തമായ രീതിയിൽ തന്നെ, മികച്ച രീതിയിൽ തന്നെ പോകുന്നു. എന്താണ് എക്സ്പെക്റ്റ് ചെയ്ത് അതിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രശാന്ത് അലക്സാണ്ടർ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ദിലീഷ് പോത്തൻ, എല്ലാവരും കസറുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് മികച്ച രീതിയിൽ തന്നെയാണ് എല്ലാവരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മികച്ചത് എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിക്കുന്ന പോലെ വേറെ അടി മാത്രമായിട്ടുള്ള ഒരു സിനിമയല്ല. കൂടുതലും അടിയാണെങ്കിലും ഇത് ഫാമിലിയും കുട്ടികളെയും ചെറിയ കോമഡികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അത് മനോഹരമാകുമെന്നുള്ളത് തന്നെയാണ്. നമുക്ക് നേരത്തെ അണിയറയിൽ നിന്ന് ലഭ്യമായിരുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ എങ്ങനെയാണോ പറഞ്ഞിരുന്നത് ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. എന്താണെങ്കിലും എല്ലാത്തരം പ്രേക്ഷകരെയും ഇൻക്ലൂഡിങ് കുട്ടികളും ഫാമിലിയും എല്ലാവരെയും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. അല്ലാതെ വെറും ഒരു അടിപ്പടമായിട്ടല്ല വരുന്നത്. എന്ന് വെച്ചിട്ട് അടിയില്ല എന്നല്ല, അടിയോടടിയാണ് ഇതുവരെയുള്ളതിനകത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എൻ്റെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മികച്ച ഒരു സിനിമയിൽ തന്നെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. കാത്തിരിക്കാം. എന്തായാലും ഹെവി പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് സംശയമൊന്നുമില്ല. ഹെവി അല്ല, എക്സ്ട്രീം പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫും കൂടെ കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നത് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു ബ്രോസ്.